മത്സരാർത്ഥികളെ കണ്ണീരിലാഴ്ത്തി ഒപ്പനവേദി. മത്സരത്തിനിടെ കുട്ടികൾ പലരും സ്റ്റേജിൽ വഴുതി വീണു. മിനുസമുള്ള പലകയിൽ നിന്ന് തെന്നുന്നതായി പരാതിപ്പെട്ടിട്ടും സംഘാടകർ പരിഹരിച്ചില്ലെന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത്. വേദിയുടെ പരിമിതി കാണികളെയും വലച്ചു. ഇനമായ ഒപ്പന മത്സരം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ മത്സരാർത്ഥി വേദിയിൽ തെന്നി വീണു. ഉടൻ കർട്ടൻ വീണു. ശേഷം അടുത്ത ടീം കയറി. സമാന അനുഭവം അവർക്കും. ഇതോടെ മത്സരാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി എത്തി. കുട്ടി സ്ലിപ്പായിട്ട് വീഴുകയാണ് ചെയ്തത് കളിച്ചുകൊണ്ടിരുന്നപ്പം. ആ പരിക്ക് തരിതരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഊർന്നു പോകുന്ന പോലെ തോന്നുമായിരുന്നു. അവിടെ ഭയങ്കര തെന്നലായിരുന്നു. ഞാൻ ഓടിയപ്പോഴത്തേനും പെട്ടെന്ന് കാല് സ്ലിപ്പായിപ്പോയി. ഭയങ്കര ഓയിലായിട്ട് കിടക്കുന്നു. സ്റ്റേജിലെ മിനുസമുള്ള പലകയിൽ നിന്ന് തെന്നുന്നതായി മത്സരാർത്ഥികൾ പരാതിപ്പെട്ടിട്ടും സംഘാടകർ അത് ചെവിക്കൊണ്ടില്ല. സംഘാടനത്തിന്റെ പിഴവ് മൂലം ഒപ്പന നന്നായി കളിക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് മത്സരാർത്ഥികൾ വേദി വിട്ടിറങ്ങിയത്. ആ പലക സ്റ്റേജ് അതിൻ്റെ പേരിൽ സ്ലിപ്പ് ചെയ്ത് വീഴാണ്. ഒരുപാട് ടീമുകളിലെ കുട്ടികൾ വീണു. അപ്പോൾ പിന്നെ ആദ്യം മൈക്കിൻ്റെ ഷോക്ക് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ആ മൈക്കൊക്കെ മാറ്റി രണ്ടാമത് വേറെ മൈക്കൊക്കെ അവർ സെറ്റ് ചെയ്തു. പക്ഷേ ഈ പരാതി പരിഗണിക്കാൻ സാധിക്കുന്നില്ല. ഗ്ലാമർ ഇനമായ ഒപ്പന എപ്പോഴും പ്രധാന വേദികളാണ് നടക്കാറുള്ളത്. എന്നാൽ ഈ വേദിയുടെ അവസ്ഥ ഇതാണ്. ഒപ്പന എന്ന് പറയുമ്പോൾ ഗ്ലാമറായിട്ടുള്ള ഐറ്റം വെക്കേണ്ടത് ഏറ്റവും വലിയൊരു സ്റ്റേജിലാണ്. അത് ഇത്രയും ചെറിയ ഒരു സബ് ജില്ല പോലും എന്താ പറയുക, ഒരു സബ് ജില്ല ഒരു വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ വെക്കുന്ന ഒരു ഹാളിൽ കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. മത്സരം കഴിഞ്ഞ് സന്തോഷത്തോടെ വേദിയിൽ നിന്ന് ഇറങ്ങേണ്ടവരാണ്. കണ്ണീരോടെയാണ് കലോത്സവ വേദിയിൽ നിന്നും അവർ പടിയിറങ്ങിയത്. ബിനു ശരമംഗലത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊല്ലം.